സംഭവങ്ങൾക്കല്ലടാ. അപ്പൊ ആയിരിക്കും പറ്റുന്നുള്ളത് നമുക്ക് ഇവിടെ പ്രൂവൺ ആണ്, അതിന് യാതൊരു സംശയമില്ല. എന്റെ പേര് ബിനാലാണ്, സ്ഥലം ഇവിടുത്തെ മക്കളാണ്. ബിസിനസിലേക്ക് എന്നെ പരിചയപ്പെട്ടത് സിനാൻ സാറാണ് എനിക്ക് അവസരം പരിചയപ്പെട്ടത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനും സിനാൻ സാറിന്റെ ബാച്ചിലായിരുന്നു. സിനാൻ സാർ അന്നേരം ഈ അവസരം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെയുള്ള 2-3 സുഹൃത്തുക്കൾ എടുത്ത് പ്ലാന് പറഞ്ഞ സമയത്ത് ഞാൻ പോയിട്ട് ചോദിച്ചു, അവിടെ എനിക്കും കൂടി പറഞ്ഞു. അപ്പൊ അന്നേരം സിനാൻ സാർ പറഞ്ഞ മറുപടി ഇത്രേ ഉള്ളൂ, നീ നെഗറ്റീവാണ്, നിന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. അങ്ങനെ ഡിഗ്രി പഠനം കഴിഞ്ഞ് ഉമ്മാൻ അതിന്റെ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഞായറാഴ്ച കണ്ണൂർ സിറ്റിയിലുള്ള ഒരു ഓഡിറ്റോറിയത്തിലെ കല്യാണത്തിന് പോയതാണ്. സത്യത്തിൽ വിളിക്കാത്തൊരു കല്യാണത്തിന് വന്നതായിരുന്നു സിനാൻ സാറ്. ഈ കണ്ടാൽ നിങ്ങൾ ചോദിക്കരുത്. അപ്പൊ പിന്നെ അതിനുശേഷം പയ്യാമ്പലത്ത് ബേബി ബീച്ചിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു മീറ്റിങ്ങിന് പോകുന്നെന്ന് പറഞ്ഞു. ഇതിനു മുന്നേ ക്ലൈഫോർഡിൽ ആ മീറ്റിംഗ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, വളരെ ഉപകാരമുള്ള പരിപാടിയാണെങ്കിൽ ഞാനും വരാം, കേട്ടു നോക്കട്ടെ. അങ്ങനെ ബിസിനസിന്റെ പ്ലാന് കിട്ടും. സത്യത്തിൽ തുടക്കത്തിൽ കാര്യമായിട്ടൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. ആകെ മനസ്സിലായത് ഫെറമോൺസിന്റെ പ്രോഡക്റ്റ് കിട്ടും, വിറ്റാ ലാഭമുണ്ട്, നല്ല പ്രോഡക്ട്സ് ആണ്, 2,16,000 വരുമാനം കിട്ടും, സ്റ്റാർട്ടിങ് ചെയ്യാറായി, ഡീറ്റെയിൽസ് കൊടുക്കും, നല്ല ചെറിയ രീതിയിൽ തുടങ്ങി. സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ സീരിയസ് അല്ല, ആരെങ്കിലും ഉണർത്തിയാൽ മാത്രം സീരിയസ് ആയിരുന്നു. അങ്ങനെ തുടങ്ങി അത്യാവശ്യം പ്രോഗ്രാംസ് എല്ലാം പങ്കെടുത്തു, ട്രെയിനിങ്സ് എല്ലാം പങ്കെടുത്തു. RTP എന്നുള്ള ട്രെയിനിങ് 2 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു എന്റെ ഒരു വന്നത്. അതിന് ലക്ഷ്യമായിട്ടുള്ള മുബീൻ മുഹമ്മദ് സാറിനെ കാണാൻ പറ്റി, പ്രസാദ് സാറിനെ കാണാൻ പറ്റി. ഒരുപാട് ലീഡേഴ്സിനെ കണ്ട സമയത്ത് പിറ്റേ മുതൽ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു തീരുമാനം എടുത്ത് ഇറങ്ങി. ഇറങ്ങിയ സമയത്തുള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ നന്ദനം സിനിമയിലുള്ള നമ്മുടെ നവ്യാനാരുടെ അവസ്ഥയായിരുന്നു. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കാണാത്തതുകൊണ്ട് അവരെല്ലാം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ആവേശത്തിൽ തന്നെ മുന്നോട്ടേക്ക് പോയി. അപ്പൊ ഒരു ദിവസം പിന്നെ എന്താണ് നമ്മൾ ബിസിനസ് ആയിട്ട് ചെയ്യുന്നുള്ളത് വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ ഉമ്മാനി ഇട്ടാക്കാൻ എടുത്തിട്ട് ഞാൻ ഇതുപോലെ പ്ലാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇന്നിപ്പോ ജോലി സാർ അടിപൊളിയായിട്ട് പ്ലാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇത് തന്നെ പറഞ്ഞ ഉമ്മ കുറെ സംശയം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട അത് പറഞ്ഞല്ല, പറഞ്ഞെടുക്കാൻ അറിയാലോ. അപ്പൊ അങ്ങനെ ഓരോ വഴിയേറ്റു വല്ല മരിച്ച ഉമ്മ ചെല്ലുന്ന സംഭവം നമുക്ക് അറിയില്ല. ഇങ്ങനെ മരക്കുന്നുണ്ട് ഇതാണ് സംഭവം. 10,000 മരിച്ചത് 1,200 കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു ഇതിനേക്കാളും നല്ല ഇതിന്റെ കാരണമാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് 30 ഇതിലും കൂടുതൽ തരൂലേ. അപ്പൊ പിന്നെ അവിടെ മുമ്പ് കഴിഞ്ഞിട്ട് അടുത്തുണ്ട് 20,000 മരിച്ചത് 2,400 കിട്ടും, 1 ലക്ഷം മരിച്ചത് 12,000 കിട്ടും. 12,000 കിട്ടും. 12,000 കിട്ടിയാൽ തന്നെ ഒരു മാസം 48,000 കിട്ടുമല്ലോ. നമുക്ക് കഴിഞ്ഞില്ല. 10 ലക്ഷം മരിച്ചത് 1,20,000 കിട്ടും. 17 ലക്ഷം മരിച്ചത് 2,10,000 കിട്ടും. മാസത്തിൽ കിട്ടും 8,40,000. ഉമ്മ പറഞ്ഞ് അടിപൊളി പോലെ ചെയ്തോന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ നാട്ടിൽ നിന്നാണ് എനിക്ക് ഹോംലി ഫുഡാണ് കൂടുതൽ ഇഷ്ടം. കാരണം തുറന്നല്ല, ഹോട്ടലിൽ പൈസ കൊടുക്കണ്ടാവും, വീട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ഒരു ദിവസം പിന്നെ അത് മാത്രമല്ല, ബിസിനസ് പ്ലാൻ കൊടുക്കുമ്പോൾ പറഞ്ഞ വെള്ളിയാഴ്ചകളിൽ ക്ലോസ് ചെയ്യും, ബുധനാഴ്ചകളിൽ ഇൻകം വരുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ബുധനാഴ്ച വീട്ടിൽ പോയ സമയത്തുണ്ട്, സാധാരണ എന്റെ ഉമ്മ ഫുഡ് ആക്കുന്ന സമയത്ത് റേഷൻ പോലെ കണക്കാക്കി ആക്കും. ഉച്ചക്ക് നോക്കുമ്പോണ്ട് നമ്മുടെ 3 ആൾക്കാർക്ക് 4 പൊരിച്ചെങ്കിൽ എന്റെ പ്ലേറ്റിലുണ്ട് 2 എണ്ണം. ഞാൻ തിന്നുന്ന സമയത്ത് ചോദിച്ചിട്ടില്ല, തിന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് വെച്ചു ഇന്ന് 2 പൊരിച്ചെല്ലുണ്ടെന്നോ. ഇന്നത്തെ ദിവസവും നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണ്. നമ്മൾ ഇന്ന ദിവസവും ഇന്ന് ബുധനാഴ്ച, അവിടെ ബുധനാഴ്ച, ഇന്ന് ഇൻകം വരൂലേ. ഞാൻ പറഞ്ഞു വരും. എന്നോട് 500 രൂപ കടം നോക്കട്ടെ. ഞാൻ പറഞ്ഞേ ഉമ്മ 200 ഇങ്ങോട്ട് എടുക്കും, ഞാൻ കൂടി ഒരുമിച്ച് തരാം. അങ്ങനെ പറ്റി തുടങ്ങിയ വരുമാനം ഇന്ന് 2 ലക്ഷത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങി. അതിനുശേഷം 1.25 ലക്ഷം രൂപയുടെ തമിഴ്പ്പെടുന്ന ബൈക്കിലേക്ക് മാറി. 8 ലക്ഷം രൂപന്റെ മാഡത്തിന്റെ പനയിൽ നിന്നുള്ള കാറിലേക്ക് മാറി. കമ്പനിയുടെ കൺവെൻഷൻ ദുബൈയിൽ പങ്കെടുക്കാൻ പറ്റി. കഴിഞ്ഞ 2.5 വർഷമായിട്ട് 19 ലക്ഷം രൂപ വരുന്ന വ്യത്യസ്തമുള്ള കാർ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മൾ ഏതെങ്കിലും ജോലിയിലാണെങ്കിൽ നമ്മളൊരു അടച്ചും കൂട്ടി ഒരു മുറിയിലോ അങ്ങനെ ഇരിക്കേണ്ട ഒരാളായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 മാസം മുന്നേ തായ്ലൻഡിലുള്ള ഫുക്കറ്റ് എന്നുള്ള സ്ഥലത്ത് യാത്ര നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് തുടക്കം മാത്രമാണ്. ഏതൊരു വ്യക്തിക്കും ബിസിനസ്സിനോട് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ആശംസിക്കുന്നു. വിശ്വാസം. താങ്ക് യു.